നമ്മളെല്ലാവർക്കും ഭയങ്കര പ്രത്യേകതയുള്ള ഒരു മാസമാണ് നമ്മളെ റമദാൻ മാസം. നമ്മളിത് രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് അത്താഴം കഴിക്കണം. ഇടയത്താഴം എന്നാണ് കേട്ടോ നമ്മൾ പറയാറുള്ളത്. ഒരു 3 മണിയൊക്കെ ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. നേരം വെളുത്തിട്ടില്ല, ഇരുട്ടാണ്. ചായക്ക് വെച്ചു, മീൻ പൊരിക്കാൻ വെച്ചു, പിന്നെ ഇത് നല്ലൊരു മുളകിട്ട ഒരു ചമ്മന്തിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് ചോറ് നിർബന്ധമായതുകൊണ്ട് തന്നെയാണ് കേട്ടോ രാവിലെയും ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ബേബി എഴുന്നേറ്റ് വന്നിരുന്ന് നമ്മുടെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞിലേ ഞങ്ങൾ ചോറ് കഴിച്ച് ശീലിച്ചത് കൊണ്ടാവും ഞങ്ങൾക്ക് രണ്ടാൾക്കും ചോറ് നിർബന്ധമാണ് കേട്ടോ. ലൈറ്റായിട്ട് വല്ല കടിയോ അല്ലെങ്കിൽ വല്ല ഷേക്കോ എന്തെങ്കിലും കുടിച്ചിട്ട് കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആ ഒരു ഫുൾ ഡേ നമുക്ക് ഫാസ്റ്റിങ് കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ചോറൊക്കെ കഴിക്കണേ. അതൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഇരുന്ന് ഓതും. അതൊക്കെ കഴിഞ്ഞിട്ട് നേരം നല്ല വെളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 6:45 സമയമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ വെറുതെ പുറത്തൊക്കെ ഇറങ്ങിപ്പോയി നോക്കി. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അനക്കൊന്നുമില്ല, അവരൊക്കെ നല്ല ഉറക്കമായി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഇഫ്താർ ടൈമിന് വേണ്ടിയിട്ടുള്ള സ്നാക്സിൻ്റെ പ്രിപ്പറേഷൻസിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്ളോഗ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിന് മുകളിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അതൊന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മളിതേ നോമ്പ് തുറക്കുന്ന ടൈമിൽ നമ്മൾ ബിരിയാണിയും നമ്മളുണ്ടാക്കിയ സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ചെറിയ രീതിയിൽ നമ്മൾ 3 പേര് മാത്രമായിട്ടുള്ളൊരു നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നിസ്കാരം ഓതലൊക്കെ ആയിട്ട് ആ ഒരു ഫുൾ ഡേ അങ്ങനെ കഴിയും. അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഫുൾ വ്ളോഗ് ഉണ്ട്, അതും കയറി കണ്ടു നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം പറയണം.